നമസ്കാരം. ഇപ്പം നല്ല മാങ്ങയുടെ സീസണൊക്കെ വന്നല്ലേ. കൂട്ടത്തിൽ നല്ല ഫ്രീ ആയിട്ട് പൊള്ളുന്ന വെയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ ഈ സമയം അച്ചാറിടുകയോ ഉണക്കി വെക്കുകയോ ഒക്കെ അല്ലേ ചെയ്യുന്നേ. ഇപ്രാവശ്യം നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ? പച്ചമാങ്ങ കൊണ്ട് കുറച്ച് അംചൂർ പൗഡർ ഉണ്ടാക്കിയാലോ? വേറെ ഒന്നുമല്ല, നമ്മുടെ പച്ചമാങ്ങ പൊടിയാട്ടോ. കറികൾക്കും സാലഡിനും ഒരു പ്രത്യേക പുളിപ്പും ഒരു സ്വാദും കിട്ടാൻ എന്ത് നാച്ചുറലായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ ഐറ്റം മതി, അംചൂർ പൗഡർ. എന്നാ വായോ വീട്ടിലോട്ട് പോവാം. ആദ്യം നമുക്ക് പച്ചമാങ്ങ നല്ലപോലെ കഴുകിയെടുക്കാം. അതിന് വേണ്ട വെള്ളത്തിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മുടെ മാങ്ങയെല്ലാം അതിലിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകി വെച്ച മാങ്ങയെല്ലാം ടിഷ്യൂ പേപ്പറോ തുണിയോ ഉപയോഗിച്ച് വെള്ളമെല്ലാം തുടച്ച് മാറ്റിയെടുക്കണേ. ആദ്യം നമുക്ക് ഈ മാങ്ങ ഓരോന്നായിട്ട് എടുത്ത് അതിന്റെ തൊലിയെല്ലാം ചീകിയെടുക്കാം. കത്തിയാണ് വശമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിക്ക് പീലർ കൊണ്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് തീർന്ന പോലെ തോന്നി, കുറച്ചുകൂടെ എളുപ്പമുള്ളതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ നമ്മുടെ ആദ്യത്തെ മാങ്ങ സുന്ദര കുട്ടപ്പനായിട്ട് നമ്മൾ ചീകി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനിയുള്ള എല്ലാ മാങ്ങയും തൊലി കളഞ്ഞ് ചീകിയെടുക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല കുട്ടപ്പന്മാരായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഓരോ മാങ്ങയായിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണേ. പെട്ടെന്ന് ഉണങ്ങാനുള്ള എളുപ്പത്തിന് വളരെ നൈസായിട്ട് വേണം നമ്മൾ മുറിച്ചെടുക്കാൻ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ പീസായിട്ട് എടുക്കാം. ഞാനിവിടെ ചെയ്യുന്ന പീലർ വെച്ച് ചീകി എടുക്കുന്നത്, അതെനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി, കുറച്ചുകൂടി നൈസായിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയേ. അങ്ങനെ എല്ലാ മാങ്ങയും ഇതുപോലെ പീൽ ചെയ്തെടുത്തേ. ഇനി നമുക്ക് നല്ല വെയിലത്തോട്ട് തുണിയിലോ അല്ലെങ്കിൽ പായയിലോ നമ്മൾ ഈ ചീകി വെച്ച മാങ്ങയെല്ലാം ഇട്ട് നല്ലപോലെ വെയിൽ കൊള്ളിച്ച് ഉണക്കിയെടുക്കണം. ഞാനിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, മാങ്ങയെല്ലാം ജസ്റ്റ് ചീകി അത് നേരെ വെയിലത്തോട്ടിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരുമിച്ചൊരു സ്ഥലത്ത് കൂടിക്കിടക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് എല്ലാം ഇട്ട് കൊടുക്കണേ, എങ്കിലേ പെട്ടെന്ന് ഉണങ്ങി കിട്ടത്തുള്ളൂ. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം ആയപ്പോൾ ഞാൻ പോയി നോക്കിയതാ, എല്ലാം മാല പോലെ ഇരിക്കുന്നു. ഷേപ്പ് എല്ലാം മാറി, ഇട്ട പോലെയല്ല, ചെറുതായിട്ട് ഉണങ്ങി വരുന്നുണ്ട്, എന്നാൽ ചെറിയൊരു നനവും ഉണ്ട്. ഇനി ഈ മാങ്ങയെല്ലാം ഒരു ഉണങ്ങിയ പാത്രത്തിലോട്ട് മാറ്റി നാളെ വെയിലത്തോട്ട് പിന്നെ ഇടാം. ഇത് കണ്ട മാങ്ങയാന്ന് പറയേയില്ല. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും നമ്മൾ വെയിലുള്ളിടത്തോട്ട് നമ്മുടെ മാങ്ങയെല്ലാം നിരത്തി കൊടുക്കുക. ഒന്നൊന്നായി ഒട്ടാതെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇന്നലത്തെ കാട്ടി കുറച്ചുകൂടെ കളറൊക്കെ മാറി ഒന്ന് ഡ്രൈ ആയി വരുന്നുണ്ട്. അങ്ങനെ ഒരു 5-6 ദിവസം നല്ല പോലെ വെയിൽ കൊളിച്ച് നമ്മുടെ മാങ്ങ ഈ രൂപത്തിൽ നമുക്ക് കിട്ടി. എങ്ങനെ ഇരുന്ന മാങ്ങയായിരുന്നല്ലേ, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നേ. ഇനി ഈ മാങ്ങയെല്ലാം നല്ല വൃത്തിയുള്ള ഉണങ്ങിയ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കുറച്ചെടുത്തൊന്ന് പൊടിച്ചു നോക്കിയായിരുന്നേ, പൊടിയുന്നുണ്ടോ എന്നറിയാൻ. നല്ലപോലെ പൊടിയുന്നുണ്ട്, നല്ല പരുവത്തിന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നാരങ്ങനൊരു പുളിയൊന്നും ഇല്ലെങ്കിൽ പകരം ഈ പൗഡർ കുറച്ച് യൂസ് ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് പുളിപ്പ് കറക്കി കിട്ടും. പിന്നെ ഈ പൗഡർ ദഹനത്തിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. ഈ പൗഡർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. അവിടുത്തെ ചോലെ മസാല, ആലു പറാട്ട, ഇതിലൊക്കെ ഇത് മെയിനായിട്ട് അവർ യൂസ് ചെയ്യും. മീൻ വറുക്കുമ്പോഴോ ചിക്കൻ വറുക്കുമ്പോഴോ ആ മസാലയിൽ ഒരല്പം ഈ പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ക്രിസ്പി ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടും. ആദ്യത്തെ ഒരു സെറ്റ് നമ്മൾ പൊടിച്ചെടുത്തേ, ഇനി നമുക്കിത് അരിച്ചെടുക്കണം. നല്ലപോലെ പൊടിഞ്ഞു വരാത്ത പൊടികൾ നമുക്ക് രണ്ടാമത് ഇട്ട് പൊടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അത് ചേർത്ത് ഒന്നുകൂടെ പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഇനി ഈ പൊടി നല്ലപോലെ അരിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുക്കുമ്പോൾ മുറി മൊത്തം നല്ല പച്ചമാങ്ങയുടെ മണം കേട്ടോ. അരിച്ചപ്പം മൊത്തം നല്ലപോലെ പൊടിയാവാത്ത ഇത്രയും പൊടി നമുക്ക് കിട്ടിയേ. ഇത് നമ്മൾ ഒന്നും കൂടെ മിക്സിയിലിട്ട് ഇനി പൊടിക്കാനുള്ള പച്ചമാങ്ങ അതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ പൊടിച്ചെടുക്കും. ഈ പൊടി തുറന്നു വെച്ചാൽ പെട്ടെന്ന് കട്ടി പിടിക്കും കേട്ടോ. നമ്മുടെ ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ കുറച്ചു നേരം തുറന്നു വെച്ചാൽ അത് കട്ടിയാവത്തില്ലേ, അതുപോലെ ഈ പൊടിയും കട്ടിയാവുന്നതായിട്ട് കണ്ടേ. അപ്പോൾ പെട്ടെന്ന് പൊടിച്ചു കഴിഞ്ഞാൽ ഒരു നനവില്ലാത്ത കുപ്പിയിൽ അടച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. ഫ്രൂട്ട് സാലഡിലോ വെജിറ്റബിൾ സാലഡിലോ ചാട്ട് ഐറ്റംസിലോ ലാസ്റ്റ് ഈ പൊടി ഒന്ന് കുറച്ച് തൂക്കി കൊടുത്താൽ ടേസ്റ്റ് വേറെ ലെവലാവും. സാലഡിലും മറ്റേ ഈ പൊടി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്നതിനും കുറച്ച് മുന്നേ മാത്രം ഒരല്പം തൂക്കി കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്.
അപ്പോഴാണ് അംചൂറിൻ്റെ ശരിക്കുള്ള മണവും ടേസ്റ്റും നമുക്ക് കിട്ടുന്നത്. ഈ ചിരട്ടത്തവീന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഞാൻ മീഷോ ഹോളിൽ കാണിച്ച ആ ചിരട്ടത്തവിയാട്ടോ. ഈ തവയ്ക്ക് എത്രയായെന്നൊക്കെ പ്രൈസ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, കണ്ടോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങാപ്പൊടി റെഡിയായി. ഇനി ഈ പൊടി ഉപയോഗിച്ച് ഞാനൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് സാലഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കണം. എന്തൊക്കെയാണോ കഴിക്കാൻ ഇഷ്ടം അതെല്ലാം ഇക്കോട്ടത്തിൽ ഇടാം കേട്ടോ. വേണമെങ്കിൽ വെള്ളക്കടല പുഴുങ്ങിയതോ കോൺ പുഴുങ്ങിയതോ ഒക്കെ ഈ സമയം ചേർക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി തൂക്കി കൊടുക്കണം, കൂട്ടത്തിൽ ഒരല്പം ഉപ്പും. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനമായിട്ട് നമ്മുടെ അംചൂർ പൗഡർ ഒരല്പം ഇതിലോട്ട് തൂക്കി കൊടുക്കണം. കഴിക്കുന്നതിന് തൊട്ട് മുന്നേ മാത്രമേ അംചൂർ പൗഡർ ഇട്ട് കൊടുക്കാവേ, എന്നാലേ അതിൻ്റെ ടേസ്റ്റും മണവും നല്ലപോലെ നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പം അവിടെ സൈഡിൽ ഈ വെജിറ്റബിൾസും കടലയും കോണും ഒക്കെ പുഴുങ്ങിയത് നമുക്ക് കിട്ടത്തില്ലേ, ഒരു കുഞ്ഞിക്കപ്പിൽ. ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ സാലഡ് കഴിച്ചപ്പോൾ. ഡെയിലി കഴിക്കുന്ന സാലഡിൻ്റെ ടേസ്റ്റും മണവും ഒന്ന് മാറ്റി പിടിക്കണമെങ്കിൽ ഈ പൊടി അല്പം ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ നമ്മുടെ സാലഡിന് കിട്ടും. സാലഡിൽ മാത്രമല്ല, നാരങ്ങനീരോ പുളിയോ യൂസ് ചെയ്യുന്ന കറികളിൽ അതിന് പകരം ഈ പൗഡർ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. ഇന്നത്തെ അംചൂർ പൗഡർ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റിലൂടെ തന്നെ അറിയിക്കണേ. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.